ഹായ്, ഞാൻ ധന്യ. ഡി.ആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്യാരറ്റ് ഹൽവയാണ്. വളരെ ഡിലീഷ്യസ് ആയ ഈ ക്യാരറ്റ് ഹൽവ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 4 വലിയ ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു 4 കപ്പോളം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്യാരറ്റ് റെഡ് ക്യാരറ്റ് വേണമെങ്കിൽ എടുക്കാം. അത് കുറച്ചുകൂടെ കാണാനും ഭംഗിയുണ്ടാവും, ടേസ്റ്റുമുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. തീ കൂട്ടിയിട്ട് ഇത് നമ്മൾ വറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിത് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-15 മിനിറ്റോളമായി. അങ്ങനെ നമ്മൾ സമയമെടുത്ത് ചെയ്താലാണ് ഈ ക്യാരറ്റ് ഹൽവയുടെ ടേസ്റ്റ് ശരിക്കും കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഒരുവിധം നന്നായി വറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാലൊഴിച്ച് ഇനി ക്യാരറ്റ് നന്നായി വേവിച്ചെടുക്കണം. 1 കപ്പ് പാലാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം മീഡിയം ഫ്ലെയിമിലാണല്ലോ ഇത് കുക്ക് ചെയ്തിരുന്നത്. ഇനി അത് സിമ്മിലേക്ക് മാറ്റി ആ ചെറിയ തീയിൽ കിടന്ന് പാലിൻ്റെ അകത്ത് ഇത് വെന്ത് വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. പാലൊഴിച്ചിരിക്കുന്നത് കൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയില്ല. എന്നാലും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ക്യാരറ്റ് എല്ലാം നന്നായി വെന്ത് കുഴഞ്ഞു വരണം. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയി ഞാനിപ്പോൾ പാലൊഴിച്ചതിന് ശേഷം വേവിക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കുക. പാലിൽ കിടന്ന് ക്യാരറ്റ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം. ഇതിനാവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഇപ്പം നോക്കൂ, പാലെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നുകിൽ നമ്മൾക്ക് പഞ്ചസാര മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് വേണ്ടതെങ്കിൽ അത് മാത്രമാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം അതിൻ്റെ മധുരം ഒന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ചേർക്കുന്ന മധുരം ഒരു മീഡിയം മധുരമാണ്. സാധാരണ ക്യാരറ്റ് ഹൽവയ്ക്ക് ഭയങ്കര മധുരമായിരിക്കും. അത്രയും മധുരം ഇവിടെ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അത്രയ്ക്കധികം മധുരം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതിന് മധുരം കറക്റ്റാണോ എന്ന്. ഞാൻ നോക്കിയപ്പോൾ അല്പം മധുരം കുറവാണ്. അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി അതിൽ നിന്നുള്ള വെള്ളം വന്നിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വെള്ളവും വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് ക്യാരറ്റ് നന്നായി ഒന്നുകൂടി വേവണം. ആ മധുരമെല്ലാം ക്യാരറ്റിലേക്ക് പിടിക്കണം. ഈ സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ടും ബദാമുമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ കിസ്മിസ് ചേർക്കാത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് തുറന്ന് വെച്ചിട്ട് വേണം ഇത് വെള്ളം വറ്റിച്ചെടുക്കാൻ. ചെറിയ തീയിൽ തുറന്ന് വെച്ച് ഇതിൻ്റെ ഈ പഞ്ചസാരയുടെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും എല്ലാം വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റിലേക്കെല്ലാം നന്നായി ആ മധുരം പിടിച്ചോളും. ഇപ്പോൾ മധുരമെല്ലാം ക്യാരറ്റിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് കൂടുതൽ ഇത് കുക്ക് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കാക്കി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം.
വെള്ളമെല്ലാം നന്നായി വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടി ഒരുമിച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ക്യാരറ്റ് ഹൽവയ്ക്കായിട്ട് ഇനി ബേക്കറികളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. ഒരു ബൗളിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് ഹൽവ നിങ്ങൾ ഐസ്ക്രീം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ. വളരെ ടേസ്റ്റിയാണ് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരപ്പോൾ പറയും ഐസ്ക്രീം മേടിക്കൂ എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്